ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതും ജീവനുള്ളതുമാകുന്ന തിരുവെഴുത്തിലേക്ക് നിങ്ങളെ എല്ലാ ദൈവമക്കളെയും ഞാൻ സന്തോഷത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയത്തക്ക നിലയിൽ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അങ്ങനൊരു ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയോ ഒരു വ്യക്തിയുടെ അനുഭവമോ ഒരു വ്യക്തിയുടെ ഉപദേശമോ നമുക്ക് സ്വീകരിക്കാൻ അവസരമുണ്ടെങ്കിൽ നാം അത് തേടുന്നതും അത് പരിശോധിക്കുന്നതും കൂടുതൽ നമുക്ക് വിശ്വാസമുണ്ടാക്കാനും കൂടുതൽ ആ ശക്തി എങ്ങനെ സ്വീകരിക്കാമെന്ന് മനസ്സിലാക്കുന്നതിനും ഇടയായിത്തീരും. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ ഒരിക്കൽ ആ ശക്തിയെക്കുറിച്ച് അന്വേഷിച്ചതായതോ ഒരിക്കൽ ആ ശക്തി അനുഭവിച്ചതായതോ ആ ശക്തിയിൽ ജീവിച്ചതായതോ ആകുന്ന ഒരു വ്യക്തിയുടെ ഉപദേശമോ അനുഭവമോ നാം അന്വേഷിക്കുന്നതും പഠിക്കുന്നതും അതിനുള്ളൊരവസരമുണ്ടെങ്കിൽ നാം അത് തേടുന്നതും ആ ശക്തിയിലേക്ക് എങ്ങനെ അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കാനും ആ ശക്തി വന്നതിന് ശേഷം എന്ത് അദ്ദേഹത്തിൽ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് സ്വീകരിക്കാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിലും നേർച്ചയുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിലും അത് ഫ്രൂട്ട്ഫുൾ ആകാത്തത് എന്ന് ചോദിച്ചാൽ എവിടെയോ ശക്തിയുടെ അഭാവം ഉള്ളതുകൊണ്ടാണ് എന്ന് എടുത്തു പറയേണ്ടതായിട്ട് വരും. യേശു കർത്താവിനെ പിതാവ് അഭിഷേകം ചെയ്തപ്പോൾ പ്രാർത്ഥനയുടെ അഭിഷേകം നൽകി, പരിശുദ്ധ ആത്മാവ് നൽകി, ജ്ഞാനം നൽകി, അങ്ങനെ പല നിലയിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നൽകിയതോടൊപ്പം ശക്തിയുടെ ഒരഭിഷേകവും കൂടെ നൽകിയിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം പഠിക്കുമ്പോൾ കാണുന്നു. 10:38 വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുമ്പോൾ, എടുക്കണ്ട, കേട്ടാൽ മതി, അത് നാം കാണുന്നു. അപ്പോൾ ശക്തിയുടെ അഭിഷേകം, ശക്തിയുടെ ഇമ്പോർട്ടൻസ്, ശക്തിയുടെ ആവശ്യകത എത്ര വലുതാണ് എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിശുദ്ധ ബൈബിൾ കാണിച്ചു തരുമ്പോൾ എവിടെ ശക്തി കുറയുന്നോ അവിടെ എന്തോ ചില ഇടിവുകൾക്കോ കേടുകൾക്കോ സാധ്യതയുണ്ട് എന്നുള്ളത് നാം അനുമാനിക്കേണ്ട ഒരു സത്യമാണ്, നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശക്തിയോടെ നിന്നിട്ടുള്ള കാലഘട്ടങ്ങളിലും ശക്തി കുറഞ്ഞ കാലഘട്ടങ്ങളിലുമുള്ള വ്യത്യാസങ്ങൾ, അനുഭവങ്ങൾ ഭയങ്കരമായിട്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ശക്തിയോടുകൂടിയ പ്രാർത്ഥനകൾ ജയം കണ്ണിൽ കാണിക്കുമ്പോൾ ശക്തി കുറഞ്ഞ പ്രാർത്ഥനകളിലൂടെ സാത്താൻ നൂഴ്ന്നു കയറുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ശക്തിയോടുകൂടെ പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി ആഞ്ഞടിച്ച് ജനം വിടിവിക്കപ്പെടുന്നതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ശക്തി അനുഭവിക്കാൻ കഴിയാത്ത പ്രസംഗങ്ങളിൽ ജനം ഉറങ്ങുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ശക്തിയോടുകൂടിയുള്ള ആരാധനയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവിടെ കൂടെ ആരാധിക്കുന്നതും ജനം ആത്മസാന്നിധ്യത്തിലും ആത്മനദിയിലും ഒഴുകുന്നതാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ശക്തിയില്ലാത്ത ആരാധനയിൽ ജനം ഒട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ആ നിലവാരത്തിൽ ശക്തിയുടെ ഇമ്പോർട്ടൻസ് വളരെ അത്യാവശ്യമായിരിക്കുമ്പോൾ, ശക്തിയുടെ അഭിഷേകം വളരെ അത്യാവശ്യമായിരിക്കുമ്പോൾ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശക്തി എന്ന് പറയുന്നത് കേവലം ഭക്ഷണത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതൊന്നല്ല എന്നും അത് സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ് എന്നുമുള്ള ഒരു മഹാസത്യം
ദൈവസഭ തിരിച്ചറിയേണ്ടത് ആവശ്യമെന്നുള്ളത് കൊണ്ടും ഇന്നത്തെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ഏതൊക്കെയോ മേഖലകളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയോ ഏതൊക്കെയോ മേഖലകളിൽ ഇടിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിനു മുന്നേ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ തിരുവചന ശുശ്രൂഷയിലൂടെ ആ നഷ്ടപ്പെട്ടു പോയ ദൈവശക്തിയും നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയും ആമേൻ ആമേൻ മങ്ങിക്കിടക്കുന്ന ആത്മചൈതന്യവും ഒക്കെ ഇന്നൊന്ന് പൊടിതൂത്ത് പുറത്തെടുക്കാൻ ആമേൻ ഇടയാകണം, തയ്യാറാകണം. ഇല്ലെങ്കിൽ അതിനകത്ത് സാത്താൻ നൂഴ്ന്നു കയറാൻ ഇടയായിത്തീരും. എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ സാത്താൻ്റെ വ്യാപാരത്തെക്കുറിച്ചും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സാത്താൻ്റെ വ്യാപാരത്തെക്കുറിച്ചും കൂടെ ദൈവസഭയെ, ദൈവമക്കളെ, ശുശ്രൂഷകന്മാരെ, ക്രൈസ്റ്റ് ഫോളോവേഴ്സിനെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒന്നാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞേ ഒരു വാക്യം അവസാനിക്കുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു വാക്യത്തിന് ഭയങ്കര ദൈർഘ്യമുണ്ട് അല്ലേ? ഈ ഒരു വാക്യത്തിന് ഭയങ്കര ദൈർഘ്യമുണ്ട്. ഞാൻ ഓരോ വാക്ക് വായിക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഓരോ വാക്ക് വായിക്കുമ്പോഴും നമ്മളെ പുളകം കൊള്ളിക്കുന്ന വാക്കുകൾ ഇതിന് മുന്നേ കിടപ്പുണ്ട്. പൗലോസിന്റെ ഒരു പ്രാർത്ഥന, ഓക്കെ, ആമേൻ, സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറയുന്ന വാക്കുകൾക്കകത്ത് ആമേൻ, ഐ റിസീവ് എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ കിടപ്പുണ്ട്. എന്താ അത്? ഒന്ന്, അവൻ്റെ 17-ാമത്തെ വാക്യം, തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. ഇപ്പൊ ഇവിടെ ആമേൻ പറയാൻ ആൾക്കാരുണ്ട്. കാരണം ജ്ഞാനത്തിൻ്റെ ആത്മാവ് എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വെളിപ്പാടിൻ്റെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പൊ അതിന് ആമേൻ പറയാനുള്ള ജനം കൂടും. പൗലോസ് അവിടെ വാക്യം നിർത്തുന്നില്ല. തരേണ്ടതിനും തങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, അവിടെയും ആമേൻ പറയാൻ ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു വാക്കിന് ഫുൾ സ്റ്റോപ്പ് കാണുന്നില്ല. ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടുന്നേ ഇല്ല. പൗലോസ് ഈ ഒരു പ്രാർത്ഥനയിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായിട്ടില്ല. അപ്പൊ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് അവിടെ കൊണ്ടൊരു സഭ തീരുന്നില്ല, ഒരു വ്യക്തി തീരുന്നില്ല, അവിടെ കൊണ്ടൊരു ശുശ്രൂഷകൻ തീരുന്നില്ല. ജ്ഞാനത്തിന്റെ ആത്മാവുള്ള ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. വെളിപ്പാടുള്ള ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. ആരെങ്കിലും അവിടെ എവിടെയെങ്കിലും കൊണ്ട് ലിമിറ്റഡായി നിൽക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന വനിത, ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന യൗവനക്കാരി, ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന അമ്മ ഇവിടം കൊണ്ട് ലിമിറ്റഡായി നിൽക്കുന്നെങ്കിൽ, കേവലം വെളിപ്പാട് കണ്ടു, ഒരു ജ്ഞാനമുണ്ട്, ഇവിടം കൊണ്ട് നിങ്ങൾ ലിമിറ്റഡായി നിൽക്കുന്നെങ്കിൽ, എനിക്ക് ജ്ഞാനത്തിന്റെ ശുശ്രൂഷയാണ്, എനിക്ക് വെളിപ്പാടിന്റെ ശുശ്രൂഷയാണ്, എനിക്ക് പ്രവചനത്തിന്റെ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ലിമിറ്റഡായി നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് എഴുതി ചേർത്തപ്പോ ഒരു വാക്ക് അതിനകത്ത് ഇട്ടിരിക്കുന്നു: അളവറ്റ വ്യാപാര ശക്തി. അളവറ്റ അറ്റുപോയി ദൈവത്തിന്റെ അളവ്. എന്തിനും അളവുള്ള ഒരു ദൈവമാണ്, എന്തിനും സമയമുള്ളൊരു ദൈവമാണ്,
എന്തിനും കാലമുള്ളൊരു ദൈവമാണ്, എന്തിനും തൂക്കമുള്ളൊരു ദൈവമാണ്, എന്തിനും കണക്കുള്ളൊരു ദൈവമാണ്. പക്ഷേ അവന്റെ ശക്തി തന്നെ വിശ്വസിക്കുന്ന ഒരുവനിലേക്ക് ഒഴുക്കുന്നതിൽ മാത്രം എൻ്റെ ദൈവം അളവ് എടുത്തു കളഞ്ഞു. ഇന്ന് ഞാൻ ആത്മാവിൽ ആരോടോ തൊടുകയാണ്. ഏതോ ദൈവദാസന്മാരോടോ, ദൈവദാസിമാരോടോ, ദൈവസഭയോടോ, വിശ്വാസികളോടോ, ദൈവം സ്നേഹിക്കുന്ന വൃദ്ധന്മാരോടോ ഞാൻ ആത്മാവിൽ തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞ് ലിമിറ്റഡായി നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്. എനിക്ക് ഈ ഒരു കൃപയാ തന്നേക്കുന്നത്, എനിക്ക് ഈ ഒരു ശുശ്രൂഷയാ തന്നിരിക്കുന്നത്. നോ 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 ഞാനാണ് എന്നെ ആ ശുശ്രൂഷയ്ക്കകത്ത് ലിമിറ്റഡ് ആക്കിയത്, ഞാനാണ് എന്നെ ആ കൃപയ്ക്കകത്ത് ലിമിറ്റഡ് ആക്കിയത്, ഞാനാണ് എന്നെ ആ സഭയ്ക്കകത്ത് ലിമിറ്റഡ് ആക്കിയത്, ഞാനാണ് എന്നെ ആ സ്വഭാവത്തിനകത്ത് ലിമിറ്റഡ് ആക്കിയത്. ദൈവം എന്നെ അൺലിമിറ്റഡ് ലെയറുകളായി യൂസ് ചെയ്യാൻ താല്പര്യം കാണിക്കുമ്പോൾ ഞാൻ എവിടെയോ ലിമിറ്റഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വെച്ച പരിമിതികൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ദൈവകൃപയിൽ ആമേൻ ആത്മാവ് ഉണർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ചു തുടങ്ങണം. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആമേൻ ഞാൻ ആ ഒരു ശുശ്രൂഷയാ കർത്താവെ ചോദിച്ചുകൊണ്ടിരുന്നത്. യെസ്, ഞാൻ ആ ശുശ്രൂഷ ചോദിച്ചൊരു വ്യക്തിയാണ്. ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവിടെ ലിമിറ്റഡ് ആകരുത്. കാരണം ദൈവത്തിൻ്റെ ശക്തിക്ക്, കേൾക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ ശക്തിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ കഴിയുന്നത് ജ്ഞാനവും വെളിപ്പാടും മാത്രമേ തുറന്നു തരാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പോലും അറിയാതെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഒരു മനസ്സമ്മതമാണ് എന്നിൽ കിടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തെ ആകെ മൊത്തം ഇട്ടങ്ങ് പിഴിയുന്നത് പോലെ ചെറിയൊരു കാര്യമാണ് ചെയ്യാനുള്ള. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ കുറച്ച് കണ്ട് അതിനകത്ത് ദൈവത്തെ നമ്മൾ കൺഫ്യൂസ് ചെയ്ത്, ദൈവത്തെയും കൺഫ്യൂസ് ചെയ്യും, നമ്മളും കൺഫ്യൂസ് ചെയ്യും. ദൈവം ചെയ്യുമോ ഇല്ലയോ, ഇടപെടുമോ ഇല്ലയോ, കാണുമോ ഇല്ലയോ, ചെയ്യുമോ കേൾക്കുമോ ഇല്ലയോ, കൺഫ്യൂസ് ചെയ്യും. നമ്മളും കൺഫ്യൂസ്ഡ് ആകും. ദൈവത്തിനും കൺഫ്യൂഷൻ. ഇവൻ വിശ്വസിച്ചിട്ടാണോ ഇവൻ അവിശ്വസിച്ചിട്ടാണോ ഇവൻ ഈ കാട്ടുന്നതെന്ന് ദൈവം കൺഫ്യൂസ്ഡ് ആണ്. പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. എന്തുവാ പൗലോസെ അങ്ങ് പ്രാർത്ഥിക്കുന്നു? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നൽകണമേ. ചാടി അതിന് ആമേൻ പിടിച്ചവൻ പിന്നെ താഴേക്ക് കേൾക്കാൻ തയ്യാറല്ല. കാരണം അവിടെ പറയാണ്, തന്നെ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം അതിനും ആമേൻ പറയാൻ ആൾക്കാരുണ്ടാവും. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയും തുറന്നു തരണമേ കർത്താവ്, എന്നാലേ എനിക്ക് നിൻ്റെ മഹത്വം കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതിനും ആമേൻ പറയാൻ പറ്റും. 18-ാമത്തെ വാക്യം, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. ദൈവം നമ്മളെ വിളിച്ച ആശ എന്തിനാണെന്നും ദൈവം നമ്മളെ വിളിച്ച ശുശ്രൂഷ എന്തിനാണെന്നും ഒക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നെ കർത്താവ് പ്രവാചകനായിട്ടാണോ വിളിച്ചേക്കുന്നത്? അതോ ഒരു ഹീലറായിട്ടാണോ എന്നെ വിളിച്ചേക്കുന്നത്? അതോ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ടാണോ എന്നെ വിളിച്ചേക്കുന്നത്? അതൊരു പാസ്റ്ററായിട്ടാണ് എന്നെ വിളിച്ചേക്കുന്നത്? അങ്ങനെ നമുക്കൊന്ന് അറിയണം. ദൈവം ഇടപെടുവോ എന്നൊന്ന് അറിയണം, ദൈവം സംസാരിക്കുവോ എന്നൊന്ന് അറിയണം, ദൈവം വെളിപ്പെടുത്തുവോ എന്നറിയണം. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടേക്കുകയാണ്, എനിക്ക് ഇന്നൊരു വിഷയമുണ്ട്, ഇതിനകത്ത് ദൈവം എന്തു സംസാരിക്കുന്നു എന്ന് എനിക്ക് അറിയണം, പ്രാർത്ഥിച്ചിട്ട് വോയിസ് മെസ്സേജ് ഇടണം. എന്തോ ചെയ്യണം? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് ഞാൻ തിരിച്ച് വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കണം. ഞാൻ അങ്ങനെ ഇട്ട ചരിത്രം നിങ്ങൾക്ക് ആർക്കും കാണത്തില്ല. ഹല്ലേലൂയ. പാസ്റ്റർ അങ്ങനെ ഒരു കാര്യം ചെയ്തൊരു ചരിത്രം ആർക്കും കാണത്തില്ല. ഇന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കും കാണത്തില്ല അങ്ങനെ ഒരു ചരിത്രം. ഞാൻ പ്രാർത്ഥിച്ചിടാറുണ്ട്, പക്ഷേ അങ്ങനെ ചോദിക്കുമ്പം ഇങ്ങനൊരു മറുപടി, ദൈവം ഇങ്ങനൊരു കാര്യമാണ് പറയുന്നത്, അവിടുന്ന് ഇന്ന ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇന്ന ഒരു കളറുടുത്ത ഒരു സാരിയുള്ള ഒരു അമ്മാമ വരും, ആ അമ്മാമ ഇന്ന ഒരു ദൂത് പറയും. അങ്ങനെയൊന്നും പാസ്റ്റർ ചെയ്ത ചരിത്രമേ ആർക്കും പറയാൻ കാണത്തില്ല, ഇനി മേലാൽ ചെയ്യാനും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ഞാൻ അവിടം കൊണ്ടും ലിമിറ്റഡ് ആക്കുന്ന ഒരു ദൈവത്തെ, എവിടെയെങ്കിലും ഇരുന്നൊരു കാർഡെടുത്ത് പ്രവചിക്കുന്ന ഒരു ദൈവത്തെ, എവിടെയെങ്കിലും ഇരുന്ന് കൈ നോക്കി പറയുന്ന ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ദൈവത്തെ അല്ല ഞാൻ പരിചയപ്പെട്ടത്, അതിലും വലിയൊരു ദൈവത്തെ. അതുകൊണ്ട് പൗലോസിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നില്ല. മക്കളെ, ഞാൻ ദൂത് പറയുക, ഒരു ദൈവാലോചന പറയുക.
ഈ ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് സൂക്ഷിച്ചു വേണം. പ്രാർത്ഥനയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് സൂക്ഷിച്ചു വേണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് സൂക്ഷിച്ചു വേണം. നമ്മൾ പലതും പ്രാർത്ഥിച്ചു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു, മേലാലും പ്രാർത്ഥിക്കാൻ കിടക്കുക. നമ്മൾ പലതും ദൈവത്തോട് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞു, പക്ഷെ മേലാലും അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. പൗലോസ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ലെങ്കിൽ, ഇത് ഭയങ്കര അഭിഷിക്തനാണ് പൗലോസ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അദ്ദേഹം ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളിലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആമേൻ, ആമേൻ. ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളിലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. ആരോ പറയുന്നു ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന്. ദൈവം എൻ്റെ കാര്യം ഇത്രേ ചെയ്തുള്ളൂ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കി വെച്ചതേ ഉള്ളൂ, ദൈവം ബാക്കി ചെയ്തില്ല എന്ന്. ദൈവം പകുതി വെച്ച് മുടക്കിയെന്ന്, ദൈവം എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന്, ദൈവം എന്നെ രോഗിയാക്കിയെന്ന്, ദൈവം എന്നെ തളർവാദ രോഗിയാക്കിയെന്ന്, ദൈവം എന്നെ ആർത്രൈറ്റിസുകാരനാക്കിയെന്ന്, ദൈവം എന്നെ കാലിൽ ആണിയുള്ളൊരു മനുഷ്യനാക്കിയെന്ന്, ദൈവം എന്നെ അസ്ഥി ഒടിച്ചു എന്ന്. നോ 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 നോ. ദൈവം എവിടെയും ഒരു മനുഷ്യനെയും ലിമിറ്റ് ചെയ്ത ചരിത്രം കാണാനില്ല. വളരാൻ ആഗ്രഹമുള്ളിടത്തോളം ദൈവം നിന്നെ വളർത്തും. വളരാൻ കൊതിയുള്ളിടത്തോളം കാലം ദൈവം നിന്നെ വളർത്തും. പ്രാർത്ഥിക്കാൻ കൊതിയുള്ളിടത്തോളം കാലം ദൈവം നിന്നെ ആ ആത്മാവിൽ നിറയ്ക്കും. സഹായിക്കാൻ മനസ്സുള്ളിടത്തോളം കാലം നിന്റെ കരത്തെ ദൈവം നിറയ്ക്കും. വളർത്താൻ മനസ്സുള്ളിടത്തോളം കാലം ദൈവം നിന്നെ കൊണ്ട് മറ്റുള്ളവരെ വളരുമാറാക്കും. ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളിടത്തോളം കാലം ദൈവം നിനക്ക് അവസരങ്ങൾ തുറക്കും. ചെയ്യാൻ മനസ്സുള്ളിടത്തോളം കാലം ആശയങ്ങൾ ദൈവം നിന്റെ ഉള്ളത്തിൽ തരും. എൻ്റെ ദൈവം ലിമിറ്റ് ചെയ്യുന്ന ദൈവമല്ല. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എബേസ് ലിമിറ്റഡ് ആയിട്ടുള്ള സഹോദരങ്ങളെയാണ് കണ്ടത്. എബേസ് ലിമിറ്റഡ് ആയിട്ടുള്ള തൻ്റെ മദറിനെയാണ് കണ്ടത്. എന്തുകൊണ്ടോ എനിക്കും അറിഞ്ഞുകൂടാ. എബേസ് ജനിച്ച കാലം മുതൽ കാണുന്നത് ലിമിറ്റഡായി പ്രവർത്തിക്കുന്ന സഹോദരന്മാർ, ലിമിറ്റഡായി ജീവിക്കുന്ന സഹോദരന്മാർ, യാതൊരു തരത്തിലും ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിൽ അല്ലാത്ത സഹോദരന്മാർ. അമ്മ വ്യസനത്തോടെ പ്രസവിച്ച ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു മനുഷ്യൻ. പക്ഷേ എബേസ് എന്ന് പറയുന്ന മനുഷ്യൻ അൺലിമിറ്റഡ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എബേസ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന്റെ അൺലിമിറ്റഡ് റെവലേഷനെ കുറിച്ച്, ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയെക്കുറിച്ച്, സാധ്യതയെക്കുറിച്ച് റെവലേഷൻ ഉള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് എബേസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു വിശാലത ദൈവത്തോട് ചോദിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഏതാണ്ടിലാണ്, ഏത് തീയതിയിലാണ്, ഏത് സമയത്താണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ മനുഷ്യൻ അപേക്ഷിച്ചത് ദൈവം ആ മനുഷ്യന് നൽകി എന്ന് പറയണമെങ്കിൽ അവിടെ കാലം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അവിടെ മാസം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അവിടെ ആണ്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, സമയം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അത് എബേസിന്റെ മേൽ നിറഞ്ഞ ഒരാത്മാവ് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ കാലം ഈ കാലമായി മാറും. ആ ഒരു വിശാലത നിന്റെ ജീവിതത്തിൽ എന്നവണ്ണമായി തീരും. ആ ഒരു വിശ്വാസം നിന്റെ ജീവിതത്തിൽ എന്നവണ്ണമായി തീരും. ആ സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ എന്നവണ്ണമായി തീരും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ലൈഫിൽ ഇനിയും എൻലാർജ് ആകേണ്ട വിഷയങ്ങളുണ്ട്. എൻ്റെ ലൈഫിൽ ഇനിയും തുറക്കേണ്ട മണ്ഡലങ്ങളുണ്ട്. ഞാൻ ഇനിയും സഞ്ചരിക്കേണ്ട ആത്മമണ്ഡലമുണ്ട്. ഞാൻ ഇനിയും കടക്കേണ്ട ദേശങ്ങളുണ്ട്. ഞാൻ ഇനിയും കടന്നു ചെല്ലേണ്ട വ്യക്തികളുണ്ട്. ഞാൻ ഇനിയും ചെയ്യേണ്ട ശുശ്രൂഷകളുണ്ട്. അത് ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന സകല ഇരുടിന്റെ ശക്തികളെയും ദൈവശക്തിയിൽ ഉടച്ചു മാറ്റുകയാണ്. ആമേൻ. ദൈവശക്തിയിൽ തകർത്തു മാറ്റുകയാണ്. അവൻ അപേക്ഷിച്ചത് ദൈവം അവന് വാക്ക് ശ്രദ്ധിക്കണം, വാക്യവും ശ്രദ്ധിക്കണം. ദൈവം അവന് നൽകി. മോനെ, നീ ചോദിച്ചാൽ നിനക്ക് കിട്ടും. പാസ്റ്റർ, ദൈവം എന്തു സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ തെറ്റില്ല. അതൊന്നും അന്വേഷിക്കുന്നതിലോ ചോദിക്കുന്നതിലോ തെറ്റില്ല. പക്ഷേ എനിക്ക് ആ ഒരു വോയിസ് മെസ്സേജിനകത്ത് അവിടം കൊണ്ട് ലിമിറ്റഡ് ആയിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടം കൊണ്ട് ലിമിറ്റഡ് ആയി പോകരുത്, അവിടം കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. പലരും പറയുന്നു എന്നെ ഒതുക്കി എന്ന്. നോ, നമ്മൾ ഒതുങ്ങി. പലരും പറഞ്ഞു എന്നെ കെട്ടി എന്ന്. നോ, നമ്മളെ കെട്ടി. ആ ചിന്തയാൽ നമ്മളെ കെട്ടി. കാരണം ദൈവത്തിന്റെ അൺലിമിറ്റഡ് പവറിനകത്ത്
ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഒതുക്കാൻ പറ്റത്തില്ലെന്നാണ് പൗലോസ് പറയുന്നു. അവിടെ കൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും തീരുന്നില്ല. കണ്ടോ, അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാര ശക്തിയാൽ. അപ്പോഴും നമ്മൾ ആമേൻ പറയും. ദൈവത്തിന്റെ വ്യാപാര ശക്തി, വ്യാപരിക്കുന്ന ശക്തി, അതെന്റെ വിഷയത്തിൽ വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ പറയും വ്യാപാര ശക്തിക്ക്, നമ്മൾ ആമേൻ പറയും, ഞാനും പറയും, നിങ്ങളും പറയും. എന്നാൽ അവിടം കൊണ്ടും തീരുന്നില്ല. വ്യാപാര ശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ആയി എന്നർത്ഥമില്ല. പിന്നെന്താ പാസ്റ്റർ പറഞ്ഞു വരുന്നേ? എവിടെയെങ്കിലും കൊണ്ടൊന്ന് നിർത്ത് പാസ്റ്ററെ, ഞങ്ങൾ ഇപ്പം കേൾക്കും എന്ന് പറഞ്ഞിരിക്കുക അല്ലേ? എന്താ പാസ്റ്റർ ഉദ്ദേശിക്കുന്നേ? പാസ്റ്റർ അല്ല, പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നിടത്തോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തി, അവൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന, വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ശക്തിയും അല്ല നമ്മൾ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന വല്ലഭത്വത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ശക്തിയെക്കുറിച്ചല്ല, ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവത്തിന്റെ വലിപ്പത്തിലാണ് കാര്യം. ഞാൻ വിശ്വസിക്കുന്ന ബൈബിൾ 66 പുസ്തകമുണ്ട്. 66 പുസ്തകങ്ങൾക്ക് ഈ കനമുണ്ട്. പക്ഷെ ഈ കനത്തിലല്ല, ഇതിനകത്തിരിക്കുന്ന ഓരോ വാക്കിൻ്റെയും വലിപ്പം, സാധ്യത. എൻ്റെ 2 കൈ മുഴുവൻ വിരിച്ചു പിടിച്ചാലും എനിക്കത് പോരാ കാണിക്കാൻ. എൻ്റെ വൈഫിൻ്റെ കൈയും കൂടെ കടമേടിച്ചു കൊണ്ടുവന്ന് ഞാൻ അളവ് കാണിക്കാൻ വെച്ചാലും പോരാ. എൻ്റെ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ജനത്തിൻ്റെ കൈ കടമേടിച്ച് ഞാൻ കൊണ്ടുവന്ന് വിരിച്ച് കാണിക്കാൻ നോക്കിയാലും പോരാ. കാരണം അത് യൂണിവേഴ്സിനകത്ത് പോലും നിൽക്കുന്ന ഒന്നല്ല വലിപ്പം. ഹല്ലേലൂയ. അതിനകത്ത് അവൻ്റെ വലിപ്പം അറിയണം, ആ ശക്തിയുടെ വലിപ്പം അറിയണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. നാം ശക്തിക്കകത്ത് ഒതുങ്ങിപ്പോയെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തിക്കകത്ത് നമ്മൾ ഒതുങ്ങിപ്പോയെങ്കിൽ, നമ്മൾ ഇന്നൊന്നും കൂടെ മുകളിലേക്ക് കയറാൻ പോകണം. നമ്മൾ ശക്തി വരെ എത്തിയിട്ടുള്ളൂ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആരെയൊക്കെയോ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പത്തിലേക്ക് ദൈവാത്മാവ് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് എവിടെയോ ഞാൻ ലിമിറ്റഡായി. അത് പാറയെ തകർക്കുന്ന ശക്തി എന്ന് ഞാൻ വിശ്വസിച്ചു. അത് വനത്തെ തോലുരിക്കുന്ന ഒരു ശക്തി എന്ന് ഞാൻ വിശ്വസിച്ചു. അത് ചെങ്കടൽ പിരിക്കുന്ന ശക്തി എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ ചെങ്കടൽ പിരിയുന്നത് വരെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ വനത്തിന്റെ തോൽ ഉരിയുന്നത് വരെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പാറ പിളർക്കുന്നത് വരെ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വരെ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ വലിയൊരു വലിപ്പമുണ്ടെന്ന് ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇന്ന് ഞാൻ വീണ്ടും എന്റെ സിസ്റ്റം ഒന്ന് റിസ്റ്റോർ ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ അസാധാരണമായ ശക്തിയുടെ വലിപ്പം എന്റെ ലൈഫിൽ, ഈ മിനിസ്ട്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ അത് വ്യാപരിക്കട്ടെ. Unlimited power of the God. ചില സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കയ്യിന്ന് പോവും. ഇന്ന് വൈകുന്നേരം താങ്ക്സ് ഗിവിംഗ് പ്രേയറിൽ പ്രാർത്ഥിച്ചപ്പോൾ കയ്യിന്ന് പോയി, എന്റെ കയ്യിന്ന് പോയി. പിന്നെ ഓർത്ത ലൈവ് ഉണ്ടല്ലോ എന്ന്, കയ്യിന്ന് പോവും. കാരണം മനുഷ്യർക്ക് ഡീസന്റ് ആണെന്ന് തോന്നുന്ന നിലയിലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അങ്ങനെ പറ്റൂ, ബോധപൂർവം അങ്ങനെ പറ്റൂ. പക്ഷേ ലൈവും ഇല്ല, ക്യാമറയും ഇല്ല, മൈക്കും ഇല്ലാതെ, ജനവാസമില്ലാത്ത ഒരു മേഖലയിലോട്ട് കയറി കഴിഞ്ഞാൽ ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെടും. നിങ്ങൾക്ക് ഒരാളിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഭയങ്കര സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ശരിയല്ലേ? നിങ്ങൾ ഒരാൾ കൂടെ നിന്ന് ആരാധിക്കുന്നതിനേക്കാൾ ഭയങ്കര സന്തോഷം ആരും ഇല്ലാതെ കൈകൊട്ടി ആരാധിക്കുന്ന, സത്യമല്ലേ? കാരണം നമ്മുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നു കുറച്ചും കൂടെ ഫ്രീഡം. പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം നമുക്ക് ആ ഒരു ഫ്രീഡത്തിലേക്ക് മനഃപൂർവ്വമായിട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. പൗലോസ് ഇവിടെ പറയുന്നു, നമ്മൾ ഈ വായിക്കുന്നതും കാണുന്നതും കണ്ടതും മാത്രമൊന്നും അല്ല ദൈവത്തിന്റെ ശക്തി, അതിനകത്തൊരു അളവറ്റ എന്ന അനുഭവമുണ്ട്.
അതിനകത്തൊരു അളവറ്റ എന്ന അനുഭവമുണ്ട്. അതിനകത്തൊരു അളവറ്റ എന്ന അനുഭവമുണ്ട്. ഞാൻ പറയുന്നു, എൻ്റെ ആമേൻ 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 കാലിലെ നീരാണെങ്കിൽ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പ്രാർത്ഥിക്കാം. നോ, അതിനകത്തൊരു അളവറ്റ എന്നൊരു അനുഭവമുണ്ടെന്ന് വിശ്വസിക്കുന്നവന് ക്യാൻസർ ഹീലാവും. നമുക്ക് ഇവിടെ എങ്ങാനും ജോലിയുടെ കാര്യമാണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ പുറത്തോട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ രാജ്യത്തിൽ ആളെടുക്കുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അവിടെ ഉള്ളവരെ കൂടെ ഇങ്ങോട്ട് പാക്ക് ചെയ്ത് വിടുന്നു എന്നാണ് കേൾക്കുന്നത്. എനിവേ, നമുക്ക് പ്രാർത്ഥിക്കാം. നോ, അതിനകത്ത് ഒരു അളവറ്റ എന്ന ഒരു അനുഭവമുണ്ട്. പുള്ളി ചെറുപ്പത്തിലെ മദ്യപാനം തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയി. ഇടയ്ക്ക് മാത്രം ഒക്കേഷണലി മാത്രം ഡ്രിങ്ക് കഴിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നോക്കാമായിരുന്നു. ഇതിപ്പോൾ പുള്ളി ചെറുപ്പത്തിലെ മദ്യപിച്ച് മദ്യം ഇല്ലാതെ ജീവിക്കാനേ പറ്റുകയില്ല എന്നൊരാളായി മാറിയത് കൊണ്ട് എനിവേ വിഷമിക്കേണ്ട സഹോദരി, നമുക്ക് പ്രാർത്ഥിക്കാം. നോ, അതിനകത്ത് ഒരു അളവറ്റ എന്ന ഒരു അനുഭവമുണ്ട്. ഇതൊക്കെ മാനുഷികമായും കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് പുള്ളി അഡിക്റ്റഡ് ആണ്, പുള്ളിയിൽ വിഡ്രോവൽ സിൻഡ്രം കാണിക്കും, പുള്ളി വിടുകയില്ല എന്നൊക്കെ നമ്മളൊരു പ്രൊജുഡിസ്റ്റ് മൈൻഡോടുകൂടെ സമീപിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ശക്തിയുടെ വലിപ്പത്തെ പ്രാർത്ഥിക്കാം എന്ന വാക്കുകൊണ്ട് ലിമിറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ശക്തിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ഒരു അപ്പോസ്തലൻ എഴുതി വെക്കുന്നു, ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണമെന്ന്. മീൻസ് ദൈവത്തെ അറിയുന്നവൻ പോലും ദൈവത്തിന്റെ ശക്തിയെ സംശയിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ അറിയുന്നവൻ പോലും ദൈവത്തിന് നേരെ എന്ത് നിന്റെ ശക്തി ഈ വിഷയത്തിൽ വെളിപ്പെടുത്തിയില്ല എന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ രുചിച്ചറിഞ്ഞോ എന്ന് പറഞ്ഞവൻ പോലും കയ്പിന്റെ ഒരു അനുഭവത്തിൽ ദൈവത്തിന്റെ വചനത്തിന് നേരെ വിരൽ ചൂണ്ടാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അപ്പോസ്തലൻ കടന്നു ചെന്ന ഒരു ആത്മമണ്ഡലത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ആ മനുഷ്യന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ മനുഷ്യനെ നിറച്ച ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ മനുഷ്യനെ പ്രാർത്ഥിക്കാൻ കൺട്രോൾ ചെയ്ത് ആത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്താണ്? ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് അറിയണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഈ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ അളവറ്റ ശക്തിയുടെ വലിപ്പം നിന്റെ മേൽ തൊടും, നിന്റെ തലമുറകളുടെ മേൽ തൊടും, നിന്റെ ഭവനത്തെ സന്ദർശിക്കും, നിങ്ങളുടെ ജീവിതത്തെ സന്ദർശിക്കും, നിങ്ങളുടെ ശുശ്രൂഷയെ സന്ദർശിക്കും. കാരണം ഈ ശക്തിക്ക് ലിമിറ്റഡ് ആയിട്ട് നിൽക്കാൻ കഴിയത്തില്ല. അത് അൺലിമിറ്റഡ് പവറാണ്. ഹല്ലേലൂയ. ആ ശക്തി അങ്ങനത്തെ ഒരു ശക്തിയാണ്. അൺലിമിറ്റഡ്, ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി, ലിമിറ്റഡ് ആക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ശക്തി. ആ പൗലോസ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. 7 ശക്തികളിൽ ഒന്ന് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, അത് നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണേ. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ മുമ്പോട്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ആരൊക്കെയോ ഈ വചനത്തിനകത്ത്, ഈ ശുശ്രൂഷയിൽ, ഈ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്ന, ഇതിനകത്ത് നിറച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ, അഭിഷേകത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യത്തിനകത്ത് തന്നെ പുറത്തു പോകാൻ സമ്മതിക്കാതെ. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ വാക്യത്തിലേക്ക് നിങ്ങൾ കണ്ണു പതിച്ച് നോക്കി വായിച്ചാൽ, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആരുടെയോ കുടുംബത്തിലേക്കാണ് ഈ വചനം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി. മോനെ, ദൈവം കെയർ ചെയ്യാൻ തുടങ്ങിയ നിന്നെ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി. അതൊരു ബഹുവചനമാണ്. അതൊരു ബഹുവചനമാണ്. നമുക്ക് വേണ്ടി. മോനെ, ദൈവം കെയർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്നെ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം ദൈവം കൺസിഡർ ചെയ്യും. ദൈവം നിന്നിൽ കയറിയാൽ നിന്നിൽ മാത്രമല്ല ദൈവം ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം കർത്താവ് കൺസിഡർ ചെയ്യും. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, മേ ബി ഇറ്റ് വിൽ ടേക്ക് സം ടൈം, എന്നാലും ദൈവം കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്നൊരു ഗസ്റ്റ് എല്ലാവരെയും കൺസിഡർ ചെയ്യണമെന്നില്ല. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ വീട്ടിലുള്ളവരെ കൺസിഡർ ചെയ്യണമെന്നില്ല. പക്ഷേ ദൈവം ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ദൈവം അവനെ ചുറ്റും നോക്കും. അവനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവൻ വളരണമെന്ന് ആഗ്രഹിക്കുന്ന
അവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ, പച്ച പിടിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ചുറ്റിനും ഉണ്ടോയെന്ന് ദൈവം ഫോക്കസ് ചെയ്യും. ദൈവം അവരിലേക്ക് കണ്ണ് പതിപ്പിക്കും. നീ ആരെങ്കിലും പച്ച പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വളരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ആരും തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നൊരു മനോഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ അവനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കണ്ണ് നിന്നിലേക്കും കൂടെ പതിക്കും. ദൈവത്തിൻ്റെ കണ്ണ് നിന്നെ കൂടെ നോക്കും. ദൈവത്തിൻ്റെ ഉള്ളം നിന്റെ ഉള്ളത്തെ കൂടെ ഒന്ന് ആരായും. ദൈവം നിന്നെ കൂടെ ഒന്ന് പഠിക്കും. ആമേൻ. ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി. അപ്പൊ നമുക്ക് വേണ്ടി ആരും ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിലും, നമുക്ക് വേണ്ടി ആരും ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിലും, നമുക്ക് വേണ്ടി ആരും ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും, ഇവിടെ ബൈബിൾ യുഗങ്ങൾക്ക് മുൻപേ എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി. അതിൽ പറഞ്ഞു വെച്ചേക്കുന്നത്, എഴുതി വെച്ചേക്കുന്നതും കൊടുത്തു വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ളൂ: ആർ ഈ ശക്തിയിൽ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഇത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ചാലും, കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചാലും, നിങ്ങളുടെ മദർ ഇൻ ലോയെ കൊണ്ട് കാണിച്ചാലും, ഫാദർ ഇൻ ലോയെ കൊണ്ട് കാണിച്ചാലും, അവർ വായിക്കുമ്പോൾ ഈ ശക്തി അവർക്കുള്ളതാ. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. വിശ്വസിക്കുന്ന നമുക്ക്. അപ്പൊ പിന്നെ എനിക്ക് വേണ്ടി ആരും ഒന്നും കരുതിയില്ലെങ്കിലും, എനിക്ക് വേണ്ടി ആരും ഒന്നും സമ്പാദിച്ചില്ലേലും, എനിക്ക് വേണ്ടി ആരും FD ഇട്ട് വെച്ചിട്ടില്ലേലും, വസ്തു വാങ്ങി ഇട്ടിട്ടില്ലെങ്കിലും, എൻ്റെ പേർക്ക് എഴുതിയില്ലെങ്കിലും, എനിക്ക് വേണ്ടി ന്യായം സംസാരിക്കാനില്ലെങ്കിലും, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി എന്ന് വായിക്കാൻ എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ആ എഴുത്ത് ലിമിറ്റഡ് അല്ലാത്തത് കൊണ്ട്, ദൈവം എന്ന ഒരു വസ്തുത, ഒരു സത്യം, ആമേൻ, അത് ലിമിറ്റഡ് അല്ലാത്തത് കൊണ്ട്, ഏത് മേഖല വരെയും കയറി വന്ന് പ്രവർത്തിപ്പാൻ ദൈവത്തിന്റെ അളവറ്റ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, എല്ലാം ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന, എന്നെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന, ഞാൻ റീച്ച് ചെയ്യേണ്ട മേഖലകളെ ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന, സകല മാനുഷികവും പൈശാചികവുമാകുന്ന നിയന്ത്രണ വാക്കുകളെയും രേഖകളെയും ചിഹ്നങ്ങളെയും അളവറ്റ ദൈവശക്തിയിൽ നിറഞ്ഞ് ക്യാൻസൽ ചെയ്യുന്നു. Oh, blessings. Amen. അടുത്തൊരു ബ്ലെസ്സിങ്ങിലേക്ക് കയറാൻ പോവാ നമ്മൾ. എത്ര പേര് ആമേൻ പറയൂ എന്തോ? ഞാൻ പറയും ആമേൻ. അടുത്തൊരു ബ്ലെസ്സിങ്ങിലേക്ക് കയറാൻ പോവാ. അല്ലെങ്കിൽ ഈ മെസ്സേജ് ഇങ്ങനെ ഈ രീതി തിരിയത്തില്ല. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അടുത്തൊരു ബ്ലെസ്സിങ്ങിലേക്ക് കടക്കാൻ പോവാ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി. ഇപ്പം എനിക്കറിയാം, ഇന്ന് ഇത് വിശ്വാസത്താൽ മാത്രം നടക്കത്തുള്ളൂ എന്ന് പറയുന്ന ചില കേസുകൾ ഇതിനകത്തുണ്ട്. പാസ്റ്റർ, ഇനി ഇതിനകത്ത് വിശ്വാസത്താലുള്ള എന്തെങ്കിലും പ്രവൃത്തി നടന്നാലേ ഉള്ളൂ, അല്ലാതെ ഇനി വേറെ ഒന്നുമില്ല, മാനുഷികമായിട്ടൊന്നും ചിന്തിക്കാനില്ല പാസ്റ്റർ, മാനുഷികമായിട്ടൊന്നും ചിന്തിക്കാനില്ല എന്ന് പറയുന്ന കേസുകൾ കാണും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ കേസ് തന്നെ പറയുന്നത്. മാനുഷികമായി ഇതിനകത്തൊന്നും ചിന്തിക്കാനില്ല എങ്കിലും എനിക്കിതിനകത്ത് മാനുഷികമല്ലാത്തൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അത് ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നാണ്. ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇനി അവിടെ നിൽക്കും, ഞാനതുകൊണ്ട് ചാടുക. കാരണം 7 ശക്തികളിൽ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തത് അവൻ്റെ ശക്തിയുടെ വ്യാപാരമാണ്. അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. എങ്കിലും പൗലോസ് വീണ്ടും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ താൻ അവിടെ ആവർത്തിക്കുന്നത് ഈ വ്യാപാരത്തെക്കുറിച്ചാണ്. അവിടെ വാക്യം ഇങ്ങനെ കാണാം: ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. അതൊരു ദൈവ വിളിയുടെ ഉറപ്പിക്കലിനെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ശക്തി വ്യാപാര ശക്തി, ഒന്നാമത്തെ ശക്തി അളവറ്റ ശക്തി, രണ്ടാമത്തത് വ്യാപാര ശക്തി. അപ്പൊ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വിളിച്ച ഒരു വിളിയിലേക്ക് തന്നെ ഇങ്ങനെ അലൈൻ ചെയ്ത്, അറേഞ്ച് ചെയ്ത്, അലോക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യാപാര ശക്തി. മീൻസ് പൗലോസ് എവിടെ പോയോ
അല്ലെങ്കിൽ ശൗൽ എവിടെ പോയോ ആ ശൗൽ എന്ന കാലഘട്ടം മുതൽ തന്നെ ഫോളോ ചെയ്ത് അലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് അസോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് ഇന്നും ഇന്നലെ എൻ്റെ പുറകെ കൂടിയതല്ല. ഒരു മഴയത്ത് കിളിർത്തു വന്ന കുമിള് പോലല്ലാന്ന് ഇന്നും ഇന്നലെ എൻ്റെ കൂടെ കൂടിയതല്ലെന്നാ പൗലോസ് പറഞ്ഞേ. ദൈവത്തിന്റെ ദൃഷ്ടി പൗലോസിന്റെ മേൽ പതിഞ്ഞത് ശൗൽ എന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ആ കാലം മുതൽ ഞാൻ വിശ്വസിക്കുന്നു പൗലോസിനെ ശൗലിന്റെ പുറകെ കൂടി തൻ്റെ വിളി പൗലോസിൽ കിടന്നതുകൊണ്ട് പൗലോസ് എന്ന ഒരു വ്യക്തിയാക്കി. അവിടുന്നും പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, എന്നെ കൃപയുടെ ശുശ്രൂഷകനാക്കി തീർത്തു. എന്നെ കൃപയുടെ ശുശ്രൂഷകനാക്കി തീർന്നു എന്ന് പറഞ്ഞാൽ എത്രയോ പഴയ അനുഭവത്തിൽ നിന്ന്, പിന്മാറ്റത്തിന്റെ അനുഭവത്തിൽ നിന്ന്, അസൂയയുടെ അനുഭവത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, പഴയ പേരിൽ നിന്ന് പിന്നെയും 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 എൻകൗണ്ടേഴ്സ് നൽകി ഇടപെട്ട് ഫോളോ ചെയ്ത് കറക്റ്റ് ചെയ്ത് അസോർട്ട് ചെയ്ത് ആ മനുഷ്യനെ അലോക്കേറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് പൗലോസ് ആക്കി തീർന്നില്ല, അവിടുത്തെ കൃപയുടെ ശുശ്രൂഷകനാക്കി തീർന്നു. ഒരു ദൂത് ഞാൻ പറയാം, ചിലര് പ്രാർത്ഥിച്ചങ്ങ് കൈവിടും, ചിലര് പ്രാർത്ഥിച്ചങ്ങ് മടുക്കും. ഇപ്പൊ ഞാനൊരു വിഷയം ഒരാളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചെന്ന് വെച്ചോ, പുള്ളി പ്രാർത്ഥിക്കും, ഒരു കണ്ണ് തുറന്ന് നോക്കും, വിടുതലുണ്ടോ ഇല്ല. പിന്നെയും കണ്ണടയ്ക്കും, പ്രാർത്ഥിക്കും. നമ്മളാരും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെയും പ്രാർത്ഥിക്കും, മെല്ലെ ഒരു കണ്ണ് തുറന്നു നോക്കും, വിടുതലുണ്ടോ ഇല്ല. പിന്നെയും പ്രാർത്ഥിക്കും, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, വല്ലോ ആയോ ഇല്ല. 3-ാമത്തെ മാസം വീണ്ടും പ്രാർത്ഥിക്കും, എന്തേലും വ്യത്യാസമുണ്ടോ, ലേശം വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി ശക്തി വരും. പിന്നെയും പ്രാർത്ഥിക്കും, വിടുതലുണ്ടോ, ആദ്യത്തേതിനേക്കാൾ വഷളായിന്നേ. അപ്പോൾ പിന്നെ പ്രാർത്ഥനയ്ക്ക് മെല്ലെ ഒരു മടുപ്പ് തോന്നും. പിന്നെ പ്രാർത്ഥിച്ച് പിന്നെ 10 മിനിറ്റ് പ്രാർത്ഥിച്ച വിഷയം പിന്നെ 5 മിനിറ്റിനകത്തോട്ട് ചുരുക്കും, പിന്നെ അത് 3 മിനിറ്റിനകത്തോട്ട് ചുരുക്കും, പിന്നെ അത് 1 മിനിറ്റിനകത്തോട്ട് ചുരുക്കും. പിന്നെ നീണ്ട പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വള്ളിയിൽ അങ്ങ് നിർത്തും. പിന്നെ ആ കേസെ അങ്ങ് വിടും, പ്രാർത്ഥിച്ചങ്ങ് കൈവിടും. മീൻസ് ഫോളോ അപ്പ് ചെയ്തപ്പോൾ വിടുതലില്ല, പിന്നെ പ്രാർത്ഥിച്ചങ്ങ് മടുക്കുക. നമ്മൾ തന്നെ നമ്മുടെ വിഷയങ്ങളും അങ്ങനെ പ്രാർത്ഥിച്ചു മടുക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വിഷയവും പ്രാർത്ഥിച്ചു മടുക്കാറുണ്ട്. ഇത്ര കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നതാ ഒരു വിഷയം, ഒരു വിടുതലില്ലല്ലോ, മനുഷ്യരല്ലയോ, നമ്മൾ മടുക്കത്തില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഈ വ്യാപാര ശക്തിയുടെ പ്രത്യേകത, ഒരാളെ ഫോക്കസ് ചെയ്താൽ, ഒരാളുടെ മേൽ ടാർജറ്റ് ഇട്ടാൽ, ആ ടാർജറ്റ് ഇടുന്നതിന് അവൻ്റെ മേലൊരു വിളിയുള്ളതുകൊണ്ട്, അവനെ ദൈവം കണ്ടതുകൊണ്ട്. ഇപ്പം നിങ്ങൾ എത്ര വർഷം കർത്താവ് പുറകെ ആത്മസാന്നിധ്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുന്നതെന്നറിയോ? എത്ര പ്രാവശ്യം തെറ്റിപ്പോയ ആളാണെന്നറിയാവോ? നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനോ എത്ര പ്രാവശ്യം തെറ്റിപ്പോയെന്നറിയാവോ? സ്നാനം ഏറ്റതിന് ശേഷം ഇല്ല, സ്നാനം ഏൽക്കുന്നതിന് മുന്നേ എത്ര വർഷം തെറ്റിപ്പോയ ആളാണെന്നറിയാവോ? വിട്ടതായി കേസൊക്കെ, അഴിച്ചത് വീണ്ടും എടുത്ത് കെട്ടി, മായ്ച്ചത് പിന്നെയും അണിഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ചിലർ പ്രാർത്ഥിച്ചങ്ങ് കൈവിട്ടു. എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ വിഷയം പ്രാർത്ഥിച്ച് കൈവിട്ടു. ഇതൊക്കെ ഭൂതം ബാധിച്ചത്, ഇതിനോടൊക്കെ സുവിശേഷം പറഞ്ഞ് നമ്മളെ വേണം അടിക്കാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവരൊക്കെ അങ്ങ് കൈവിട്ടു, മറന്നു. പ്രാർത്ഥിച്ചവർ പിന്നെ നോക്കാണ്ടായി, ഭൂതബാധിതൻ നോക്കാണ്ടായി. പക്ഷേ എൻ്റെ മേൽ ദൃഷ്ടി വെച്ച വേറൊരു തലമുണ്ട്, വേറൊരു ദൈവമുണ്ട്. എൻ്റെ മേൽ ദൃഷ്ടി വെച്ച വേറൊരു അബ്ബായുണ്ട്. അത് അപ്പൻ്റെ സ്നേഹമാണ്. അത് പ്രത്യേകതയുള്ളതാണ്. ആ ദൃഷ്ടി ഞാൻ മാറിയിട്ട് എൻ്റെന്ന് മാറിയില്ല, ഞാൻ കളഞ്ഞിട്ട് എന്നെ കളഞ്ഞില്ല, ഞാൻ അഴിച്ചിട്ടും എന്നെ അഴിച്ചില്ല. അതെൻ്റെ കൂടെ കൂടി. അതിനെ എനിക്ക് സ്നേഹമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് നമ്മൾ കരുതും. അതിനെ ഞാൻ ഇങ്ങനെ ഇപ്പം പറയുന്നു, അതൊരു അളവറ്റ അനുഭവമാണ് എന്നോടുണ്ടായിരുന്നത്. ശൗലിൽ തുടങ്ങി പൗലോസിൽ നിന്ന് കൃപയുടെ ശുശ്രൂഷകനാക്കി തീർത്ത ആ ഒരു അളവറ്റ വലിപ്പം. ഈ വലിപ്പത്തെക്കുറിച്ച് പൗലോസ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞത്, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം, ആ പ്രകാരം എത്രയാണെന്നുള്ളത് പറയുന്ന പൗലോസിനും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല.
നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയും, അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് മുട്ടിച്ചും പറഞ്ഞും വചനത്തിനകത്ത് കയറ്റിയും ഒക്കെ പറഞ്ഞങ്ങ് നിർത്തും, അത്രേ പറ്റൂ. നമുക്കും അറിഞ്ഞൂടാ ആ ശക്തിയുടെ വലിപ്പം എത്രയാന്ന്. പക്ഷെ ഒറ്റ വാക്കി ഞാൻ പറയാം, അതിവിടെ എങ്ങും അവസാനിക്കുന്നത്, ഈ ലോകത്തിൽ തീരുന്നതാകുന്നത് ഒരു ശക്തിയല്ല. അത് നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാൽ കഴിയുന്ന ഒന്നല്ല. കടലിൻ്റെ അടിത്തട്ട് വരെ അവിടെ കൊണ്ട് തീരുന്നതല്ല. കാരണം കടലിൻ്റെ അടിത്തട്ടിൽ പിന്നെയുണ്ട് സാധനം, അതിനടിയിലോട്ട് പിന്നെയുണ്ട്. ആകാശം വരെ അല്ല, അവിടുന്ന് പിന്നെയുണ്ട്. ഗ്രഹങ്ങൾ അല്ല, അവിടുന്ന് പിന്നെയുണ്ട്. സ്വർഗം അല്ല, അവിടുന്ന് പിന്നെയും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് അൺലിമിറ്റഡ്, നമുക്ക് എവിടെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല ആ കാര്യം. അതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലുന്നതാണെന്നോ, അതൊരു ജയിലിനകത്ത് പോകുന്നതാണെന്നോ, അത് കാരാഗ്രഹ കളക്കുന്നതാണെന്നോ ഒന്നും പറഞ്ഞ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ശക്തിയെക്കുറിച്ച് പൗലോസിന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്കും അറിയത്തില്ല, ബൈബിളും അങ്ങനെ പറയുന്നില്ല. ലിമിറ്റഡായ ഒരു ശക്തിയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ദൈവമായത്. ഇവിടെ പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. മീൻസ് ദൈവത്തിൻ്റെ ശക്തിയുടെ ഏറ്റവും അവസാനമാണ് എന്നെ കൃപയുടെ ശുശ്രൂഷക്കാരനാക്കിയതാണെന്നല്ല അതിൻ്റെ ഒരു അർത്ഥം. ദൈവത്തിൻ്റെ ശക്തിയുടെ എത്രയോ ഒരു അംശം മാത്രം ദൈവം ചിലവഴിച്ചപ്പോൾ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൃപയുടെ ശുശ്രൂഷക്കാരനായി തീർന്നു എങ്കിൽ, ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന, ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഓരോ വാക്കിനും വിശ്വാസത്തോടെ ആമേൻ പറയുന്ന, ദൈവം സ്നേഹിക്കുന്ന, ദൈവം കണ്ട അനേക പ്രവാചകന്മാരിലൂടെയും പ്രവാചകിമാരിലൂടെയും ദൈവദാസന്മാരിലൂടെയും ദൈവവചനത്തിലൂടെയും ദൈവ സന്ദേശത്തിലൂടെയും സ്വപ്നത്തിലൂടെയും ശബ്ദത്തിലൂടെയും പാട്ടുകളിലൂടെയും വെളിപ്പാടുകളിലൂടെയും നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് അറിയിച്ച ചില ദൈവ ശബ്ദങ്ങൾക്ക്, ചില ദൈവാലോചനകൾക്ക്, ചില പ്രവചന ശബ്ദങ്ങൾക്ക് ദൈവത്തിന്റെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവനൊന്ന് ചിന്തിച്ചാൽ ചിലത് സംഭവിക്കാനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അവനൊന്ന് കൈ അനക്കിയാൽ ചിലത് സംഭവിക്കാനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം ഒന്ന് ചെയ്താൽ സംഭവിക്കാനേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, അടയാളങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചതിനെ ഉയർപ്പിച്ച ദൈവശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവവും ശക്തിയും വചനവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ എവിഡന്റിക്കലി ഒരു അത്ഭുതം നിന്റെയും എന്റെയും കണ്ണിൽ കണ്ടിരിക്കും. ഹോളി നെയിം ജീസസ് കണ്ടിരിക്കും. എത്രയോ ചെറിയ ഒരു അംശം എന്റെ കർത്താവ് ചെയ്തപ്പോ പൗലോസിന്റെ ജോലി മാറി. പൗലോസിന്റെ ജോലി മാറി. കൃപയുടെ ശുശ്രൂഷകൻ എന്നൊരനുഭവത്തിലേക്ക് ആ മനുഷ്യൻ സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. എവിടെയോ താഴ്ന്നുപോയ ചില വ്യക്തികൾ ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. കുടുംബത്തിൽ താഴ്ന്നുപോയെങ്കിൽ, ജീവിതത്തിൽ താഴ്ന്നുപോയെങ്കിൽ, സഭയിൽ താഴ്ന്നുപോയെങ്കിൽ, ആത്മീയതയിൽ താഴ്ന്നുപോയെങ്കിൽ, സാമ്പത്തികമായി താഴ്ന്നുപോയെങ്കിൽ, വിശ്വാസത്തിൽ താഴ്ന്നുപോയെങ്കിൽ, അഭിഷേകത്തിൽ കുറഞ്ഞുപോയെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്ഥാനാരോഹണം പൗലോസിന്റെ ലൈഫിൽ സംഭവിച്ചതുപോലെ ദൈവശക്തിയുടെ വ്യാപാര പ്രകാരം ഒന്ന് എൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന്, അതിനായി ഞാൻ എന്നെ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുന്ന പക്ഷം ഒരു ക്രിയ നിന്റെ മേൽ സംഭവിച്ചിരിക്കും. ആ ശക്തി നിന്നെ തൊടുകയാണ്. പൗലോസിന്റെ പരിചയത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. മൂന്നാമത്തെ ശക്തി ആത്മാവിനാലുള്ള ശക്തിയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഇതൊക്കെ പൗലോസിന്റെ പ്രാർത്ഥനകളാണ്. അവന്റെ ആത്മാവിന്റെ ശക്തി. ഈ ശക്തിയെല്ലാം ഒരു ശക്തി തന്നെ. പക്ഷേ നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ശക്തികളെ ഇങ്ങനെ വേർതിരിച്ചു പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും അവന്റെ ആത്മാവിനാലുള്ള ശക്തി, ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ശക്തി. ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ശക്തിയുടെ പ്രത്യേകത ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയാനുണ്ട്. എടുത്തു പറയുന്നില്ല. അതിലൊന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോ ശിംശോനെ ജാതികൾ ബന്ധിച്ച ബന്ധനം പൊട്ടി. ശിംശോനെ ബന്ധിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ ശക്തിയെ ബന്ധിക്കുക.
ദൈവത്തിൻ്റെ ശക്തിയെ ബന്ധിക്കുക എന്ന പർപ്പസോടെയാണ് എപ്പോഴും ദൈവസഭയ്ക്ക് നേരെ സാത്താൻ കടന്നു കയറുന്നത്. അല്ലാതെ ഒരു കെട്ടിടം ഉള്ളത് കൊണ്ടോ ഒരുത്തൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ അല്ല. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ദൈവത്തിൻ്റെ ശക്തി ബ്ലോക്ക് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം അതിൻ്റെ മധ്യത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. വേറൊരു പർപ്പസിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ പോയി. അത് കഴിഞ്ഞ് ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്, അതുകൊണ്ട് എന്നോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. ജസ്റ്റ് പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വളരെ 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 തീക്ഷ്ണതയോടെ സംസാരിക്കുന്ന ഒരു സഹോദരിയാണ് ഞാൻ കണ്ടത്. വളരെ തീക്ഷ്ണതയോടെ സംസാരിക്കുന്ന ഒരു സഹോദരി. എന്നാൽ സംസാരിച്ച മുഖത്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഒരു ഡിമോണിക് സ്പിരിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. സംസാരിച്ച് തുടങ്ങവേ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എനർജി ലെവൽ കുറയുന്നത് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ വീണ്ടും ഉറപ്പിച്ചു, ഒരു ഡിമോണിക് പവറാണ് അവരുടെ മേലിരിക്കുന്നത്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവോ ശബ്ദമൊന്നുമില്ല, നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ജസ്റ്റ് അധികാരത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെല്ലെ കസാരയെന്ന് ഒരു സാധനം ഇങ്ങനെ ഇഴഞ്ഞ് താഴെ വീഴുന്ന പോലെ ഒരനുഭവം ഉണ്ടായി. കാരണം ആ ദൈവശക്തിയുടെ മുമ്പിൽ അതിനിരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഉദ്ദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലവിധേനയും ഞാൻ തീക്ഷ്ണമായി സംസാരിക്കുന്നു, ഞാൻ ദൈവിക കാര്യങ്ങളിൽ വളരെ അഗ്രസീവായിട്ട് ഞാൻ നിൽക്കുന്നു. സോ എന്നെ നോട്ടീസ് ചെയ്യരുത്, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യരുത് എന്നുള്ള നിലയിൽ അവരിലെ ആ ഒരു താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഡീമൺ പുറകിൽ മറഞ്ഞിരിക്കുമെങ്കിലും ദൈവശക്തിക്ക് മറവായിരിക്കുന്ന ഒന്നുമില്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് മറവായിരിക്കുന്ന ഒന്നുമില്ല. ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയുന്നു, നിങ്ങൾ നോട്ടീസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ ആത്മാവ് നോട്ടീസ് ചെയ്യും. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ചില കാര്യങ്ങൾ പോലും ദൈവാത്മാവ് ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് ദൈവത്തിൻ്റെ ആത്മശക്തി. ദൈവത്തിൻ്റെ ആത്മശക്തി അവിടെ വ്യാപരിക്കയിൽ അതിനകത്ത് മറഞ്ഞിരുന്ന ആ ഡീമൺ പുറത്തു വരാനിടയായി അതവരെ വിട്ടുമാറാൻ ഇടയായി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, എന്തോ ഒരു കറുത്ത സാധനം പാഞ്ഞു പോകുന്നത് പോലെ തോന്നി. ഇതാരാൽ സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവിനാൽ സംഭവിച്ചു. സുഹൃത്തെ, നിങ്ങളിലെ കഴിവുകളെ മുൻനിർത്തി, നിങ്ങളിലെ താല്പര്യത്തെ മുൻനിർത്തി, നിങ്ങളിലത്തെ അകത്തെ അഭിലാഷങ്ങളെ, ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കണമെന്നുള്ള താല്പര്യങ്ങളെ മുൻനിർത്തി പുറകിൽ മറഞ്ഞിരുന്നു കൊണ്ട് അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു ഡിമോണിക് പവർ ഉണ്ട് എങ്കിൽ അതിനെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. നിങ്ങളുടെ അഭിലാഷത്തിൽ എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഇതാ, ഈ താല്പര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ട്, പക്ഷെ എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ ഇപ്പം പറ്റുന്നില്ല, മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ ഇപ്പം പറ്റുന്നില്ല. താല്പര്യം മുന്നിൽ നിർത്തി പുറകിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ഒരു ഡീമൺ. അപ്പോൾ പറ്റുന്നില്ല എന്നാൽ ചെയ്യണമെന്നുണ്ട്, ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഉറപ്പിച്ചു, ഇതൊരു ഡീമണാണ്. പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ അഭിലാഷങ്ങൾ, അവരുടെ താല്പര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവം പുറകിലിരുന്ന സാധനത്തെ മുന്നിലൂടെ വലിച്ചിങ്ങെടുത്തു, അതിനെ ഇറക്കി അങ്ങ് വിട്ടു, അവർ സ്വതന്ത്രയായി. പറയുന്നത് പോലെ നിങ്ങൾ ഒരു കാലം ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ പുറകിലിരുന്നിട്ട് പറയുന്നു, ഇനി നിന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ഒരു കാലം നിങ്ങൾക്ക് ഭയങ്കര തീക്ഷ്ണതയായിരുന്നു, പിന്നെ പുറകിലിരുന്ന് പറയുന്നു, ഇനി നീ കത്തത്തില്ല. ഒരു കാലം ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്നു, പുറകിലിരുന്ന് പറയുന്നു, ഇനി അതിന് നിന്നെ ഞാൻ വിടാൻ പോണില്ല. ഒരു കാലം നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കാര്യങ്ങൾക്ക് ചുമല് കൊടുക്കാൻ, കൈത്താങ്ങാൻ, സഹായിക്കാൻ എല്ലാം. പക്ഷേ ഇനി നിന്നെ കൊണ്ട് ഞാൻ അനുവദിക്കാൻ പോകുന്നില്ല. കാരണം നീ കൊടുത്താൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ ചെയ്താൽ നീ പ്രയോജനപ്പെടും, നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. അതിന് നിന്നെ ഞാൻ വിടുകയില്ല എന്ന് പുറകിലിരുന്ന് പറയുന്ന ഒരു ഇരുട്ടിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങളെ വേട്ടയാടുന്നു എന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തോന്നുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ദൈവശക്തിയെ പരിചയപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഒരു പാസ്റ്റർക്കും നിന്റെ പടിയിൽ കാലുകുത്താൻ പെർമിഷൻ കാണത്തില്ല, പക്ഷെ അളവറ്റ വലിപ്പത്തിൽ
അളവറ്റ ശക്തിയിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ ആർക്കും കൈകൊണ്ട് തടുക്കാൻ കഴിയാത്ത ഈ താമ്രവാതിലുകളെ ഖണ്ഡിക്കുന്ന ഇരുമ്പോടാമ്പലുകളെ തകർത്ത് നിന്റെ അകത്തേക്ക് കയറി വരുന്ന, ഭവനത്തിനകത്തേക്ക് കയറി വരുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ആമേൻ പറ. നിന്നെ സകലതും ബ്ലോക്ക് ചെയ്ത തിന്മയുടെ ശക്തി സ്വർഗം വിലങ്ങു വെച്ചിരിക്കും. സ്വർഗം വിലങ്ങു വെച്ചിരിക്കും. ആമേൻ. അതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, ഞാൻ അതോടെ പറഞ്ഞ് നിർത്തുക കേട്ടോ, സമയമില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും, സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്തു. സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എന്ന് പറയുമ്പോൾ ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നു. ദൂതന്മാരുടെ ശക്തി, എല്ലാ വാഴ്ചയും നിങ്ങൾ സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും, അപ്പൊ വാഴുന്ന ദൂതന്മാരുണ്ട്, അധികാരത്തിനും ശക്തിക്കും. അപ്പൊ ദൂതന്മാരുടെ അധികാരം, ദൂതന്മാരുടെ ശക്തി, ദൂതന്മാരുടെ വാഴ്ച, അതിനു മുകളിലാണ് യേശുവിന്റെ സ്ഥാനം. അപ്പൊ ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൂതന്മാരുടെ സർവീസ് ആസ്വദിക്കുന്ന ഒരു മനുഷ്യനും കൂടെ ആയിരുന്നു പൗലോസ് ശ്ലീഹ. നിങ്ങളിൽ പലർക്കും ദൈവത്തിൻ്റെ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അറിയാം, എനിക്കറിയാം. പ്രത്യേകിച്ച് എഫദായി ജീസസ് മിനിസ്ട്രീസിൻ്റെ ഈ കൂട്ടായ്മയിൽ കൂടുന്ന ദൈവമക്കൾക്ക് അത് കുറച്ച് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. കാരണം അവർ ഏഞ്ചൽസിനെ കുറിച്ചുള്ള മെസ്സേജുകൾ കേട്ടിട്ടുള്ളവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിനകത്തുണ്ട്. ഏഞ്ചൽസിനെ കുറിച്ചുള്ള മെസ്സേജസ് കേട്ടിട്ടുള്ളവരാണ്. ദൈവത്തെക്കാൾ വലുതാണോ ഏഞ്ചൽസ് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ദൈവത്തെക്കാൾ വലുതാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കാൾ വലുതാവാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരും നമ്മുടെ സേവകാത്മാക്കളുമാണ് ദൈവത്തിൻ്റെ ഏഞ്ചൽസ്. അപ്പൊ ദൂതന്മാരോട് പ്രാർത്ഥിച്ചാൽ പോരെ? ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. എൻ്റെ മിഖായേൽ ദൂതനെ എനിക്ക് വേണ്ടിയിട്ട് ദയവായി കർത്താവിനോടൊന്ന് അപേക്ഷിക്കണമേ, എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കർത്താവായ യേശുവേ എന്ന് വിളിക്കാൻ മാത്രമേ പെർമിഷൻ. കാരണം മിഖായേൽ ദൂതൻ വന്നില്ല എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന്, ഗബ്രിയേൽ ദൂതൻ വന്നില്ല എൻ്റെ പാപത്തിൻ്റെ പരിഹാരം, യേശു മാത്രമേ വന്നുള്ളൂ. അപ്പം ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമമേ ഉള്ളൂ. എനിക്ക് സർവീസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ മിഖായേൽ ഉണ്ടാവും, ഗബ്രിയേൽ ഉണ്ടാവും, പല ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതന്മാരും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, ഉണ്ട്. പക്ഷേ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു നാമമേ ഉള്ളൂ. എനിക്ക് മറിയയുടെ നാമം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയയുടെ നാമം എനിക്ക് എടുക്കാൻ ഒക്കുകയല്ല, പറ്റുകയല്ല. എനിക്ക് യോസേഫിന്റെ നാമം ബിബ്ലിക്കലി എനിക്ക് പറ്റുകയല്ല, എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. പക്ഷേ അവരൊക്കെ ആദരിക്കപ്പെടേണ്ട അനുഗ്രഹീതരാണ്. ഇത്രയും സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് മറിയയെ പോലെ ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ കണ്ണ് പോയെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് മറിയം, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയം. ആരൊക്കെയോ അതൊരു വാടക ഗർഭപാത്രമാണെന്നൊക്കെ വളരെ തരം താഴ്ത്തി സംസാരിച്ചതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. മറിയത്തെ എന്താ അതൊക്കെ വാടക ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാന്ന് മാത്രമേ കരുതാവുള്ളൂ. നമ്മുടെ മെച്ചം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാ വിക്കനും ഊമനും പിന്നെ ആയി പോകാത്തത്. നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെയൊന്നും തിരുവെഴുത്തിനകത്തുള്ളൊരു വ്യക്തികളെ നമ്മൾ അങ്ങനെ പരാമർശിക്കാൻ പാടില്ല. ഗബ്രിയേൽ ദൂതൻ പോലും വന്നിട്ട് വന്ദനം ചെയ്താണ് മറിയത്തോട് സംസാരിച്ചത്. അപ്പോൾ റെസ്പെക്ട്ഫുള്ളി ദൈവം സംസാരിച്ചു.
ഹോളി സ്പിരിറ്റ് ഡയറക്ട്ലി കർത്താവായ യേശുവിനെ ആ ഉദരത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ വ്യക്തിത്വമല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ അവരെ നമുക്കൊരിക്കലും ദൈവസ്ഥാനീയയായി കാണാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു ആരാധനാ കഥാപാത്രമായി കാണാൻ സാധിക്കത്തില്ല. എൻ്റെ ഒരു മധ്യസ്ഥയായി കാണാൻ സാധിക്കത്തില്ല. ബൈബിളിൽ അതിനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ നിശ്ചയമായും നിർബന്ധമായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ മറിയം. യോസേഫ് പിതാവും അതുപോലെ തന്നെ ഇത്രയും ക്ഷമയുള്ള, ദൈവത്തിൽ നിന്ന് കേട്ട് ചെയ്യാൻ മനസ്സുള്ള, അംഗീകരിക്കാൻ കഴിയുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ഒരു യോസേഫ് പിതാവായതുകൊണ്ടാണ് മറിയത്തെ ഉപേക്ഷിക്കാത്തത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ സമർപ്പിച്ചു കൊടുത്ത രണ്ടുപേർ, നിശ്ചയമായിട്ടും അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. എന്നാൽ ആകാശത്തിൻ്റെ കീഴിലുള്ള കാര്യമാണെങ്കിലും മുകളിലുള്ള കാര്യത്തിനാണെങ്കിലും എനിക്ക് ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു രക്ഷാനാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. മറിയ പോലും യേശു കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറഞ്ഞപ്പോൾ ആ റിക്വസ്റ്റിന് ഉടനെ വീഞ്ഞുണ്ടാക്കുകയല്ല ചെയ്തത്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നാഴികയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിൻ്റെ നാഴിക എത്തി എന്നറിഞ്ഞതും കർത്താവിൻ്റെ ആദ്യ അത്ഭുതമാകുന്ന കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ദൈവത്തിൻ്റെ ഗൈഡൻസിലും ദൈവത്തിൻ്റെ ടൈമിലുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ നമുക്ക് ഏതൊരു കാര്യത്തിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ ഒറ്റ നാമമേ ഉള്ളൂ. മറിയ പോലും അപ്രോച്ച് ചെയ്തത് യേശു ക്രിസ്തുവിനെയാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ പോലും അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാൻ നിന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അവിടെ ആ വീട്ടുകാരുടെ തല കുനിയരുതെങ്കിൽ മോനെ നിന്നെ കൊണ്ടേ അത് സാധിക്കത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അവിടെ ഒരു മിറാക്കിൾ നടക്കത്തുള്ളൂ എന്ന് അമ്മ മറിയ പോലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റർ വിസ്ഡമാണ്, റെവലേഷനാണ്. അപ്പോഴാണ് പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ആ നാഴികയിൽ കർത്താവ് അത്ഭുതം ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ വ്യാപരിക്കുന്ന ഒരു അളവറ്റ ശക്തി തൻ്റെ നാമത്തിനകത്ത് സ്വരൂപിച്ചിരിക്കൊണ്ട് നിശ്ചയമായിട്ട് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനമുണ്ട്, ശാപമോചനമുണ്ട്. ഈ സകല വിഷയത്തിനകത്ത് നിന്ന്, ആകാശത്തിൻ്റെ കീഴിലുള്ളതാണെങ്കിലും മുകളിലുള്ളതാണെങ്കിലും ഏത് വിഷയത്തിനുമുള്ള പരിഹാരം, ഒരു ഓപ്പണിംഗ് ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ളതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നതിനോടുകൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നവർ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൂതന്മാരുടെ ശക്തിയെക്കുറിച്ച് പൗലോസ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്നു. വീണ്ടും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം തന്നെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ വീണ്ടും നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് അവിടെ പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 വന്നാൽ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 വന്നു കഴിഞ്ഞാൽ നാം പ്രാപിക്കേണ്ട ശക്തിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ 7 ശക്തികളെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുന്നു. അതിലൊന്ന് സാത്താൻ്റെ തന്ത്രമാണ്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൂടെ ചേർക്കുമ്പോഴാണ് 7 ആകുന്നത്. ഇതും കൂടെ ചേർക്കുമ്പോൾ 7 എണ്ണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10 വായിക്കുമ്പോൾ നാം പ്രാപിക്കേണ്ട ശക്തി, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അടിമ. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പലരെയും ആശ്രയിച്ചു, പലരിലും മധ്യസ്ഥം ആശ്രയിച്ചു. എല്ലാത്തിൻ്റെ അവസാനമായി എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു സന്ദേശം പ്രിയപ്പെട്ട സുഹൃത്ത് കേൾക്കുന്നതെങ്കിൽ, ദൈവവൈതൽ കേൾക്കുന്നതെങ്കിൽ, എല്ലാത്തിൻ്റെ അവസാനമായി ഇനി മേളിലോട്ടൊന്നും ഇല്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നെങ്കിൽ ഒരു വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഫൈനലി ഒടുവിൽ എല്ലാം അവസാനിച്ചവന് എന്തിനാടോ ശക്തി? എല്ലാം നഷ്ടപ്പെട്ടവൻ എന്തിനാടോ ശക്തി? ഫൈനലി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ അവസാനമായി, എന്നാ പിന്നെ കളഞ്ഞേക്ക്. ഇതല്ലേ നാട്ടുവർത്തമാനം. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾക്ക് എല്ലാത്തിനും ഫൈനലായി എന്ന് പറയുമ്പോൾ പ്രതീക്ഷയ്ക്ക് പിന്നെയും മാറി നിൽക്കുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ ശക്തി, അളവറ്റ ശക്തി, ആത്മശക്തി, വ്യാപരിക്കുന്ന ശക്തി, പ്രാപിക്കേണ്ട ശക്തി, അസാധാരണമായ ശക്തി. ആ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ
ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരാമേൻ പറയാൻ കഴിയുമെങ്കിൽ ഈ സെക്കൻഡിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ആ അസാധാരണമായ ശക്തിയിലേക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഓ റബാഖാസിയാൻഠാബ, എല്ലാത്തിൻ്റെയും അവസാനമായി എന്ന് ആരോ പറയുന്നു. ഇനി ഒരു പ്രതീക്ഷയും ഇല്ലെന്ന് ആരോ പറയുന്നു. ഇനി വിശ്വസിക്കാനും ദൂത് കേൾക്കാനും ഒന്നും ഞാൻ ഇല്ലെന്ന് ആരോ പറയുന്നു. ആമേൻ. അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ദൈവശക്തിയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ആമേൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്ന ആരോ ഇതിനകത്തുണ്ടെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി തന്റെ അളവില്ലാത്ത ശക്തിയെ പ്രദർശിപ്പിക്കാൻ, അളവില്ലാത്ത ശക്തിയെ പ്രദർശിപ്പിക്കാൻ ഇന്നൊരുക്കമാണ്. ഒരു പുതിയ ജീവിതം എനിക്കുണ്ടെന്ന്, ഒരു പുതിയ അനുഭവം എനിക്കുണ്ടെന്ന്, ഒരു പുതിയ ശക്തി എനിക്കുണ്ടെന്ന്, ഒരു പുതിയ ശുശ്രൂഷ എനിക്കുണ്ടെന്ന്, ഒരു പുതിയ അഭിഷേകം എനിക്കുണ്ടെന്ന്, എനിക്ക് ഇനിയും പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന്, ഞാൻ ചെയ്ത് തീർന്നു പോയിട്ടില്ലെന്ന്, ഞാൻ പ്രാപിച്ച് തീർന്നു പോയിട്ടില്ലെന്ന്, പ്രാർത്ഥിച്ച് തീർന്നു പോയിട്ടില്ലെന്ന് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്ന ഒരു പുതിയ തുടക്കത്തിന്റെ സമയം, ഒരു പുതിയ തുടക്കത്തിന്റെ സമയം. ഓ, എല്ലാം അവസാനിച്ചെടുത്തുന്ന ഒരു പുതിയ തുടക്കം, എല്ലാം എഴുതി തള്ളിയെടുത്തുന്ന ഒരു പുതിയ തുടക്കം, എല്ലാരും കൈവിട്ടെടുത്തുന്ന ഒരു പുതിയ തുടക്കം, എല്ലാരും ഉപേക്ഷിച്ചെടുത്തുന്ന ഒരു പുതിയ തുടക്കം, എല്ലാരും നോ പറഞ്ഞെടുത്തുന്ന ഒരു പുതിയ തുടക്കം. അവൻ പ്രതികരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവത്തിന്റെ അളവറ്റ വലിപ്പം വെളിപ്പെടുന്നുണ്ട്. അതെ, ചിലർ അതിർത്തിയും അതിരും വെച്ച് നിന്നോട് സംസാരിക്കുമ്പോ, ചിലർ അളന്ന് കുറിച്ച് നിന്നോട് സംസാരിക്കുമ്പോ, ചിലർ അളന്ന് തൂക്കി നിന്നോട് ഇടപെടുമ്പോ, അളവറ്റ നിലയിൽ നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒറ്റ ശബ്ദവും ശക്തിയും, ഈ ഒരു ശബ്ദവും ശക്തിയും മാത്രമേ നീ പരിചയപ്പെട്ടിട്ടുണ്ടാവത്തുള്ളൂ. അത് ദൈവത്തിന്റെ ശക്തിയാണ്, അത് ദൈവത്തിന്റെ ശബ്ദമാണ്, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ദൈവ കൈകളിലേക്ക് കൊടുക്കുക, ഒരു പുതിയ തുടക്കത്തിന് സമർപ്പിക്കുക. ആ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിന്റെ ബലഹീനതകളെ കവർ ചെയ്യുന്ന ദൈവം, നിന്റെ ബലഹീനതകളിൽ പണിയുന്ന ഒരു ദൈവം, അവിടുത്തെ വ്യാപാര ശക്തി കൊണ്ട് ബലഹീനതകളിൽ പണിയുന്ന ദൈവം. എന്റെ യേശുവേ, ഹോരാമാനശംദേരി ലമോനിയാന്തേരി ഗർധനശൈരോ ഹോയിഡേൽ കമാനശംദേരി ആർധേരി. പ്രാർത്ഥിച്ചേ ദൈവത്തിന്റെ ശക്തിയിലേക്ക് കയറുക. ബലഹീനമായി പോയ മേഖലകളെല്ലാം കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു. നിരാശയുടെ അനുഭവങ്ങളെ സ്വർഗം ക്യാൻസൽ ചെയ്യുന്നു. അവിശ്വാസത്തിന്റെ അവസ്ഥകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ഇരുട്ടിന്റെ ശക്തികളെയും ദൈവശക്തി ബന്ധിക്കുന്നു. ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ സെക്കൻഡിൽ യേശുവിന്റെ നാമത്തിൽ തളർന്ന മുഴങ്കാലുകൾ, ആമേൻ, നരിയാണി ഉറച്ച് കാല് കുത്തി എഴുന്നേൽക്കുന്ന നിലയിൽ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടലുകൾ ഉണ്ടാകട്ടെ. ഇപ്പോൾ തന്നെ എല്ലാ വിരോധത്തിന്റെ വാക്കുകളും ക്യാൻസൽ ആകട്ടെ, എല്ലാ പരാജയങ്ങൾ ക്യാൻസൽ ആകട്ടെ, എല്ലാ അവിശ്വാസം ക്യാൻസൽ ആകട്ടെ, എല്ലാ ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കീഴടക്കുകയാ. ഒരു ജയത്തിന്റെ അനുഭവം തുറക്കുന്നു. അടഞ്ഞുപോയ ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ, അടഞ്ഞുപോയ ആത്മീയ അനുഭവം തുറക്കപ്പെടട്ടെ. എല്ലാം വറ്റിപ്പോയ ആത്മ നദി ഇപ്പോൾ ദൈവത്തിന്റെ ശക്തികൾ റീസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. ഞാൻ ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, അത്യത്ഭുതമാകുന്ന കാര്യങ്ങൾ.
ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ നാമം സദാ മഹിമപ്പെടട്ടെ. വലിയ വിടുതലുകൾ സംഭവിക്കുന്നത് എനിക്ക് കാണാം. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്ക് നടക്കുന്ന ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ലിങ്ക്സ് ആവശ്യമുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ, സ്പെഷ്യൽ പ്രെയറിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിലൊക്കെയും നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പിൽ അറിയിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സകലത്തിലും വർദ്ധിപ്പിക്കാനും അനുഗ്രഹിക്കാനും ശക്തനാകുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതനായ കർത്താവിൻ്റെ ചിറകടിയിൽ സ്വർഗ്ഗം നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ആമേൻ.